ജോസഫ്, മോൻസ് ജോസഫ് ഇവരൊന്നും തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ല. ചില പ്രതിഷേധ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചരൽക്കുന്നിലെ തീരുമാനത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നത താമസം വിന എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു പിളർപ്പിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസിനകത്തെ പ്രമുഖ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ, പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ, അതേസമയം കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിയാക്ഷനും എന്താണെന്നുള്ളത് അറിയില്ലേ? അപ്പോൾ കേരള കോൺഗ്രസിനെ ഒരു കാലത്ത് സ്നേഹിക്കുകയും അതിലൂടെ കേരളത്തിൻ്റെ മോചനം ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത ആളുകൾക്ക് നിരാശ മാത്രമാണ് ഇവരുടെ ഈ നിലപാട് കൊണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ ജനവിഭാഗം ഒരു കാരണവശാലും കേരള കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പിളർപ്പുണ്ടായാൽ ആ പിളർന്നു വരുന്നവർ UDF-ന്റെ ഭാഗമായിരിക്കുമോ? കാരണം താങ്കൾ UDF-ന്റെ പ്രമുഖനായ ഒരു നേതാവാണല്ലോ. അത് സ്വാഭാവികമായിട്ട് കാലം തെളിയിക്കേണ്ടതാണ്. അല്ല, നിങ്ങൾക്ക് അവരോടുള്ള അപ്രോച്ച് എന്തായിരിക്കും? നിങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്തായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, വിശ്വാസവഞ്ചന കാണിച്ചവരുമായി ഇനി ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമില്ല. ആ വിശ്വാസവഞ്ചന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് പിളർന്നു വന്നാൽ ആ വിശ്വാസവഞ്ചന യഥാർത്ഥത്തിൽ ഒരു ശരിയല്ല എന്ന് ആ പാർട്ടിക്കകത്ത് ആരെങ്കിലും അഭിപ്രായമുണ്ടെന്ന് വരികിൽ ആ അഭിപ്രായമുള്ള ആളുകളും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സത്യസന്ധരുടെ പട്ടികയിലോട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് UDF-ന്റെ ഭാഗമായിട്ട് അവരും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്താണ് അവർ തീരുമാനിക്കുന്നതെന്നുള്ള അവരാണ് പറയേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജനറലായി പറഞ്ഞാൽ ഈ എടുത്ത വഞ്ചന അതിനോട് യോജിക്കുന്നില്ല എന്ന് രാഷ്ട്രീയ സത്യസന്ധമായ നിലപാടെടുക്കുന്ന ആളുകളോട് ഈ കേരള ജനസമൂഹത്തിന് എപ്പോഴും ഒരു സൗഹൃദ സ്വഭാവമേ ഉണ്ടാവും. കെ എം മാണി വളരെ കുശാഗ്ര ബുദ്ധിയുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നൊരു തീരുമാനം എടുക്കുമോ? അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചല്ലോ, ഒരിക്കലില്ല 2 പ്രാവശ്യം മുറിച്ചു. ഒരു കൊമ്പ് ആദ്യം മുറിച്ചു, അവശേഷിക്കുന്ന കൊമ്പ് രണ്ടാമതേയും മുറിച്ചു, അവസാനത്തെ ലാസ്റ്റ് രൂപത്തിൽ ഇനി ആ കൊമ്പ് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ താറുമാറാക്കി മുറിച്ചു കളഞ്ഞു. അതാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ KC ജോസഫ് ആണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇതിനു മുമ്പൊക്കെ കെ എം മാണിയോട് സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ കെ എം മാണി ചില വിമർശനങ്ങൾ പറയുമ്പോൾ കെ എം മാണി ചില പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടേയല്ല. നിങ്ങളെല്ലാവരും ഇനി മുതൽ കെ എം മാണി മാത്രമാണ്, മാണിസാറ് പോലുമല്ല. അത്തരത്തിലൊരു ചങ്കൂറ്റം നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടി? കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിലും കേരള കോൺഗ്രസിനൊരു ആധിപത്യമുണ്ട്. ആ ആധിപത്യത്തെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായും കേരള കോൺഗ്രസും നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു മുന്നേറ്റം ഇവിടെ മധ്യ തിരുവിതാംകൂറിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ഇനി ഇവരില്ലാതെയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചങ്കുറപ്പാണോ കോൺഗ്രസിന് ഇത്തരത്തിലുള്ളൊരു ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്? ഇവിടെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ശുദ്ധമായി ഒരു കേരള കോൺഗ്രസിൻ്റെ റോള് ഞങ്ങളതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ പിറകിൽ നിന്ന് കുത്തുകയും ഒരു വാക്ക് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു സമീപനം എടുക്കുന്ന കേരള കോൺഗ്രസിനെ കേരള കോൺഗ്രസ് അണികൾ പോലും അംഗീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ആ അണികൾ അതിനെ അംഗീകരിക്കുന്നവരല്ല. അല്ല, അതാണ് നിങ്ങൾക്ക് നൽകുന്ന ബലം. യഥാർത്ഥത്തിൽ അതാണ് നിങ്ങൾക്ക് നൽകുന്ന ബലം. കെ എം മാണിയും ജോസ് കെ മാണിയും ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ അവിടെ നിന്നൊരു വലിയ ചോർച്ച ഉണ്ടാകുന്നു. ആ ചോർച്ച എപ്പോഴും UDF-നും കോൺഗ്രസിനും ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശക്തമായ പ്രതികരണം. മാണി സാറ് പോകുന്നതിന് പിന്നാലെ വെള്ളത്തിൻ്റെ പിന്നാലെ മീൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നതേയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു നിസ്സാര പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഇത്തരം ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ പല രീതിയിൽ മുന്നണി സ്വഭാവം വിട്ടുകൊണ്ട് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്ത് തന്നെ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ടോ? പലതരത്തിലുള്ള സാമ്പാർ മുന്നണി എന്നൊക്കെ പറയുന്ന പല മുന്നണികളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും ഇതുപോലെയൊക്കെയുള്ള ചില അധികാര മാറ്റങ്ങൾ വരുമ്പോൾ മുന്നണി ബന്ധങ്ങളിലും സമവാക്യങ്ങളിലും മാറ്റങ്ങൾ വരാറുണ്ട്. നിങ്ങളെന്തിനാണ് ഈ പ്രശ്നത്തെ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തത്? അതിൻ്റെ അടിസ്ഥാനം അവസാനത്തെ ആണി ആ ശവപ്പെട്ടിയിൽ അടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങൾക്ക് അവരുടെ ശവപ്പെട്ടിയിൽ ആണി അടിക്കണമെങ്കിൽ എന്തെല്ലാം സന്ദർഭങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവർ ശക്തിയായി ഞങ്ങളുടെ കൂടെ നിൽക്കണം, അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തി വർദ്ധിക്കൂ എന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് എന്താ? ഒരു കാലിവിടെയും വേറൊരു കാല് മറ്റൊരു വള്ളത്തിലും വെച്ച് 2 വള്ളത്തിലും ഒരുപോലെ യാത്ര ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളത് മാത്രമല്ല. അതാണ് നിങ്ങളുടെ സംശയം. അപ്പം ആ സംശയം ബലപ്പെട്ടിരിക്കുന്നു. അതായത് കെ എം മാണിയും ജോസ് കെ മാണിയും LDF-ലേക്കാണ് എന്നുള്ള സംശയം, ഇതുവരെ ഉണ്ടായിരുന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നു. അതിനെന്തൊക്കെയോ തരത്തിലുള്ള അടിസ്ഥാനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ UDF-ന്റെ വാതിൽ അവർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കുന്നത്. സോ ബലപ്പെടുക മാത്രമല്ല, അങ്ങനെ ഒരു ധാരണയുണ്ടെന്നുള്ളത് അവർ പൂർണ്ണമാക്കിയിരിക്കുന്നു.
ഇനിയിപ്പോൾ ഒരു LDF-ലേക്ക് ഒരു യാത്ര അത്ര സുഗമമാണോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം ചിലപ്പോൾ സഭയിൽ തന്നെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകമാണ് KM മാണിയുടെ സ്ഥലം എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് കേരളം മറന്നിട്ടില്ല. അതുപോലെ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ, കേരള നിയമസഭയിൽ ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ ആളുകൾ മറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം, അതുപോലെ ഒരു CPI ശക്തമായി വിയോജിപ്പോട് നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ LDF പ്രവേശനം എന്ന് പറയുന്നത് അത്ര ലളിതവും സാധ്യവുമായൊരു കാര്യമാണോ? പിന്നെ എന്ത് കണ്ടിട്ടാണ് അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് മേടിച്ച് ജില്ലാ പഞ്ചായത്തെ കണ്ടസ്റ്റ് ചെയ്തത്? അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് അവർക്ക് തോന്നിയാൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു. അല്ല, കോട്ടയത്ത് ഒരു അധികാരമാറ്റത്തിന് വേണ്ടി മാത്രമാണ് തങ്ങൾ പിന്തുണച്ചത് എന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതികരണം. അതായത് അവിടെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കുക, അവിടെ BJP അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കുക, ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന അഴിമതി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ടാക്ടിക്കലായി എടുത്തിട്ടുള്ള ഒരു അടവ് നയം മാത്രമാണെന്നാണ് CPM-ൻ്റെ പ്രതികരണം. എന്ത് അടവ് നയ? അതിനെന്ത് അടവ് നയം? അതിന് അടവ് നയം എന്ന് തന്നെ പറയുന്നത് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എടുക്കുന്ന സ്ട്രാറ്റജിക് മൂവ് ഉണ്ട്, അതിന് അടവ് നയം. ഇതൊന്നുമല്ല, ഇത് വെറും ഒരു എന്താ വാണിജ്യ താല്പര്യമാണ്. ഒരു തിരുത്തൽ നടപടിക്ക് ഒരു പക്ഷേ കേരള കോൺഗ്രസ് തയ്യാറാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയട്ടെ. പറയുന്നില്ലല്ലോ. ഇപ്പോഴും അതിനെ ന്യായീകരിച്ച് നിൽക്കുകയല്ലേ. മാർക്സിസ്റ്റ് ബാന്ധവം ശരി എന്നുള്ള നിലയിൽ നിൽക്കുകയല്ലേ. അതിന് കോൺഗ്രസിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയല്ലേ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തിരുത്തേണ്ട കാര്യവുമില്ല. അല്ല, അങ്ങനെ ഒരു തിരുത്തൽ നടപടി ഉണ്ടായാൽ ഈ പറയുന്ന വിമർശനങ്ങളിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുമോ? വീണ്ടും സുഗമമായി UDF-ലേക്ക് കേരള കോൺഗ്രസും KM മാണിക്കും ജോസ് കെ മാണിക്കും ഒക്കെ വരാവുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ? ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ പൊതു ആഗ്രഹം ഇവരുമായിട്ട് ഒരു കാരണവശാലും കോംപ്രമൈസ് വേണ്ട എന്നുള്ളത് തന്നെയാണ്. വളരെയധികം നന്ദി. താങ്ക് യു.